ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തേങ്ങയൊന്നും അരയ്ക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെയും പൂരിയുടെയും പത്തിരിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച 1 കപ്പ് ഗ്രീൻ പീസ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പൊട്ടാറ്റോ തിന്നായി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, ഇഞ്ചി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൽ എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഭാഗം ഒന്ന് അടച്ചു കൊടുക്കാം. തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്നെസ് ലഭിക്കും. ഒരു പോർഷൻ ഒന്ന് അടച്ചു കൊടുത്താൽ മതിയാവും. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ കറിയിൽ ഗരം മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ലഭിക്കുന്നത്. ഇപ്പോൾ സവാളയെല്ലാം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം ഇതിലോട്ട് വേവിച്ച് വെച്ച് കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വരണം. ഇപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് അല്പം കൂടെ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.